ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. നോമ്പ് മാസമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ചൂടും ക്ഷീണും ഒക്കെ അകറ്റാനായിട്ട് ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. സാബുദാന ഡ്രിങ്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോഴെങ്ങനെയാണ് സ്വാദിഷ്ടമായ അടിപൊളി സാബുദാന ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഗ്യാസിൽ ഒരു 2 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചവ്വരി അഥവാ സാബുദാന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചവ്വരിയുണ്ട്. ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ബേസൽ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പാലാണ് എടുക്കുന്നത്. ഞാനൊരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഒരു ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സാബുദാന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചവ്വരി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് നമുക്കിത് പകരാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ആപ്പിൾ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബനാന ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പോമോഗ്രാനൈറ്റ്, ഒരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് നമുക്കിടാം. മാംഗോ ഉണ്ടെങ്കിലോ ഗ്രേപ്സ് ഉണ്ടെങ്കിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആൽമണ്ട്സ്, ബദാം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഒരു 7-8 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ബേസൽ സീഡ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും നമ്മുടെ ഡ്രിങ്കിന്. എന്നിട്ടത് വീണ്ടും നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനിയും ഞാൻ ഒരു 7-8 കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കണമെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ. അപ്പോൾ ഇത് നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ നമുക്ക് 1 മണിക്കൂർ തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സാബുദാന ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡ്രിങ്കാണ്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടുതൽ ഇഫ്താർ റെസിപ്പിയുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു നല്ല കിഡിലൻ റെസിപ്പിയുമായിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.